എന്താണ് ആരോ ഒന്ന് പിക്കപ്പ് ചെയ്യുമെന്ന് ഭായ് പറഞ്ഞായിരുന്നല്ലോ. ചേട്ടാ അത് കുരുവികളാണോ നോക്ക. അതെയോ? ഏയ് കുരുവി, ചിട്ടുക്കുരുവി, കുരുവി ഇവനായിരിക്കും. ചിട്ടുക്കുരുവി. തിരിച്ചു പാട്ട് പാടാ. മാമ്പഴമാ മാമ്പഴോ മൽഗോവ മാമ്പഴോ സേലത്തെ മാമ്പഴോ ഇത് താനടാ. റബ്ബർ വായി തുറന്നല്ലോ നാക്ക് പുറത്ത് കണ്ടല്ലോ. നിങ്ങളാണോ വായി വിട്ട കുരുവി? അതെ അതെ. എന്താ പാട്ടൊക്കെ പാടി നോക്കി നിന്നെ? നിങ്ങളെ കണ്ടുപിടിക്കണ്ടേ? വലിയ വാസ്കോഡ ഗാമ ഒരു ബോർഡ് എഴുതി വെച്ചിരുന്നെങ്കിൽ ഞങ്ങൾ തന്നെ വന്ന് സംസാരിക്കുമായിരുന്നില്ലേ? ശരി വാ പോ. ഒരു നിമിഷം. നന്നായി ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നല്ലോ. അതെ സർ. നിറയെ ഓട്സ് കഴിക്കും. നിറയെ ഓട്സ് കഞ്ഞി കെല്ലോഗ്സ് കഴിക്കുമോ എന്താ ചോദിച്ചേ? ചേട്ടാ മാമ്പഴം പട്ടസാരി എല്ലാം ആവശ്യത്തിനുണ്ട് ചേട്ടാ. ശരിയാടാ. ഏതോ കാർ ആയിട്ട് ഒരു ചോദിച്ചല്ലോ, കൊടുത്തേ. പോകുന്ന വഴിയിലാണ് ബുക്കി ബിന്ദോങ്ങുള്ളത്. ബുക്കി ബിന്ദോങ്ങോ? അവിടെയാണ് പാണ്ട് ലോഡ്ജ് ഉള്ളത്. അവിടെയാണ് നിങ്ങൾ താമസിക്കുന്നത്. അവിടെ ഇറക്കി വിടാം. വൈകുന്നേരം ടിക്കറ്റും ചരക്കും വരും. ഓക്കെയാ? അതെല്ലാം ഓക്കെ. ഈവനിങ് എങ്ങനെ എന്നുവെച്ചാ അയ്യോ എന്താ അവനെ വിളിച്ച പോലെ ദേഷ്യപ്പെടുന്നേ? ഞങ്ങള് മലേഷ്യയിൽ ആദ്യമായിട്ടാ. ഈ അഡ്രസ് എവിടാന്ന് പറഞ്ഞാൽ ഉപകാരം. എന്താ അഡ്രസ് ഒന്ന് വായിച്ചേ? റൈറ്റ് ലൈൻ ഇൻഡസ്ട്രീസ്. അതെ, റൈറ്റ് ലൈൻ ഇൻഡസ്ട്രീസ്, നമ്പർ 17 ഫസ്റ്റ് ഫ്ലോർ. ഫസ്റ്റ് ഫ്ലോർ. ജലൻ സമുദ്ര സ്ട്രീറ്റ്. സമുദ്ര സ്ട്രീറ്റ്, കോലാലംപൂർ. കോലാലംപൂർ ആയിക്കോട്ടെ. ആളുടെ പേരില്ലേ? ഗോച്ച. ഗോച്ചായോ? ഗോച്ചായ കാണാൻ നിങ്ങൾ എന്തിനാ പോകുന്നേ? അല്ല, അയാൾ എന്റെ അച്ഛന് കുറച്ച് കാശ് കൊടുക്കാനുണ്ട്. ഗോച്ചയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാൻ പോകുന്നു. എടാ ദ്രോഹികളെ, സ്റ്റോപ്പ് ദ കാർ. നിങ്ങൾ പറഞ്ഞ അഡ്രസ് ഒരുപാട് ദൂരെയാ. ഗോച്ചയുടെ ക്ലബ്ബ് ഇവിടെ തന്നെ. അടുത്തെന്ന് പറഞ്ഞാ എവിടെയാണ്? ആകാശം മുട്ടുന്നതാ ഗോച്ചയുടെ ക്ലബ്ബ്. ആകാശം മുട്ടുന്നതിരിക്കട്ടെ, നിനക്ക് മുള്ള മുട്ടുന്നുണ്ടോ? ആട്ടെ, നിന്റെ കാലെന്തെങ്കിലും ആടുന്നേ? ഡാൻസ് ക്ലാസ്സിൽ പോവാ സാർ. ഇവിടുന്ന് പ്രാക്ടീസ് ചെയ്താലേ അവിടെ പോയി കളിക്കാൻ പറ്റൂ സാർ. പോട്ടെ സാർ. അപ്പൊ ഞങ്ങളുടെ റിട്ടേൺ ടിക്കറ്റ് അങ്ങോട്ട് ചെല്ല്, അവര് തന്നെ തരും. വേഗം വാടാ, വണ്ടി എടുക്കടാ. എന്റെ ഈശ്വര, എന്റെ ജീവൻ തിരിച്ചു കിട്ടി. അതെന്താ പുതിയതായിട്ട് ഡാൻസ് ക്ലാസ്സിൽ പോന്ന് പറഞ്ഞേ? പിന്നെ അവരുടെ കൂടെ പോയി ഗോച്ചയെ കാണാൻ പറയുന്നടാ. അഡ്രസ് ചോദിച്ചു തന്നാലേ ആളത്തട്ടികൾ എന്ന ഗ്രൂപ്പാടാ അവര് പൈസ തിരിച്ചു ചോദിക്കാൻ പോകുന്നു. അവൻ ഗോച്ചയല്ലടാ, മലേഷ്യൻ ഭാഷ. മതി ചേട്ടാ. ഏയ് അങ്ങോട്ട് കുടിക്കടാ. അളിയ ഒഴിക്ക്. ചക്കരല്ലേ കുടി. എന്തിനാ ചേട്ടാ എന്നെ ഇങ്ങനെ കുടിപ്പിക്കുന്നില്ല? എന്നാലല്ലടാ വേദന അറിയാതിരിക്കൂ. ഡയമണ്ട്, ബ്ലഡ് ഡയമണ്ട്. ഇത് സൗത്ത് ആഫ്രിക്കയിൽ മാത്രമേ കിട്ടൂന്ന് എല്ലാവരും പറയും. എന്നാൽ കേരളത്തിലെ കൊച്ചിയിലും കിട്ടും. ഇത് ഞാനും നിന്റെ ചേട്ടനും ഗവൺമെന്റ് അറിയാതെ കടത്തിക്കൊണ്ടിരിക്കുക ആളിയാ. എടാ ദ്രോഹികളെ, ബാറിൽ എനിക്ക് ജോലി തരാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്ന് ഇങ്ങനെ കൈക്കുള്ളിൽ ഡയമണ്ട്. ഇത്രയും കുടിച്ചിട്ട് ബോധത്തോടെയല്ലേ സംസാരിക്കുന്നത്? പിന്നെന്ത് ചെയ്യും? അറിയാ. അപ്പൊ നമുക്ക് പോവാം. പോയിക്കോ, ഞാനവിടെ കണ്ടിട്ട് വരാം. ശരി, വേഗം കണ്ടിട്ട് വാ. ഓറഞ്ച് എന്താടാ? ഗോച്ച ജ്യൂസ് കട നടത്തുന്നു. ഹായ്, ഡ്രംസ് ശിവമണി എനിക്ക് കൊടുത്താ. എന്താണ് കക്കൂസി പോണ 20 രൂപയോ? ഞാൻ മലപ്പുറത്ത് പോയിട്ട് പോയിക്കോളാം. പെണ്ണില്ലാതെ അകത്തോട്ട് വിടുന്നില്ലല്ലോ. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? എടാ, നീ പീറ്ററിൽ വീക്കാണ്. പിന്നെ എങ്ങനെ ഈ മാറ്റർ ഒപ്പിച്ചു? സത്യം പറഞ്ഞു. അതേടാ, സത്യം പറഞ്ഞ എനിക്കായ ഒരു ഊട്ടി ആപ്പിൾ തന്നെ ഉരുട്ടിക്കൊണ്ട് വന്നു. നിനക്ക് ഞാൻ എങ്ങനെ നന്ദി പറയൂടാ? ഇവിടെ നിനക്കല്ല, എനിക്കാ. കപ്പിൾസ് വരട്ടെ.